Hello friends, എൻ്റെ പേര് അഖിൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഡിംഗ് മെന്റേഴ്സ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഫങ്ഷൻസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, എങ്ങനെ അത് വെച്ചിട്ടൊരു കോഡിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടർബോ C++ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു ന്യൂ പ്രൊജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാണ്. സേവ് നമുക്കിവിടെ പേര് ഫങ്ഷന് fn.c എന്ന് കൊടുക്കാം. .c എന്തായാലും കൊടുക്കാം, കാരണം നമുക്ക് C പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഹെഡർ ഫയൽസിന് ഇമ്പോർട്ട് ചെയ്യണം. #include stdio.h. എന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ഫങ്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റത്തെ നമ്മളുടെ C പ്രോഗ്രാമിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. അതായത് നമ്മളെല്ലാ പ്രോഗ്രാമിങ്ങിലും റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, ഇതും ഒരു ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തിനാണ് എഴുതുന്നതെന്ന് അറിയോ? ഇതിനകത്ത് നമ്മൾ ഏതൊരു C പ്രോഗ്രാമിംഗ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ ഇല്ലാത്തൊരു പ്രോഗ്രാം ആണെങ്കിൽ ഈ പ്രോഗ്രാം റൺ ആവില്ല. കാരണം മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. മെയിൻ ഫംഗ്ഷൻ എവിടെയാണെന്ന് നമ്മുടെ കമ്പൈലർ ഫസ്റ്റ് തന്നെ സെർച്ച് ചെയ്യും, എന്നിട്ട് അതിൻ്റെ അകത്തു നിന്നാണ് പ്രോഗ്രാം റണ്ണായി തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വോയിഡ് എന്ന് പറഞ്ഞിട്ട് കാണാം ഈ മെയിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഇതിൻ്റെ റിട്ടേൺ ടൈപ്പാണ്. റിട്ടേൺ ടൈപ്പ് എന്താണ് നമുക്ക് പറയാം. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഇപ്പോൾ നിലവിൽ ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ വോയിഡ് എന്ന് കൊടുക്കുന്നത്. വോയിഡ് എന്ന് വെച്ചാൽ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യാം. അതായത് ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ രണ്ട് വേരിയബിൾസ് കൊടുക്കുകയാണ്, int a, b. ഓക്കെ, ഈ രണ്ട് വേരിയബിൾസും ഈ വേരിയബിൾ ഡിക്ലറേഷൻസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ a ആൻഡ് b എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾസ് നമ്മൾ കൊടുത്തു. ഈ വേരിയബിൾസ് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റർ ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിച്ചു. യൂസർ എൻ്റർ ചെയ്യാൻ പോകുന്ന ആ ഒരു നമ്പർ നമ്മളൊരു ഇൻറ്റീജർ ഫോർമാറ്റിൽ എടുത്തിട്ട് നമ്മൾ a എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യാണ് ഫസ്റ്റ് തന്നെ. ഓക്കെ, എന്നിട്ട് നമ്മൾ യൂസറിൻ്റെ അടുത്ത് എന്ത് ചോദിക്കുകയാണ്, എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ ചോദിക്കുകയാണ്. എൻ്റർ സെക്കൻഡ് നമ്പർ. ഓക്കെ, ആ നമ്മൾ രണ്ട് നമ്പേഴ്സും ചോദിച്ചു. ഇനി രണ്ടാമത്തെ നമ്പർ സ്കാൻഎഫ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റീഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമുക്കതും റീഡ് ചെയ്തെടുക്കാം. അതൊരു ഇൻറ്റീജറാണ്, നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് $b-ലോട്ടാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ രണ്ട് നമ്പേഴ്സും കിട്ടി. ഇനി ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും സമ്മ് നമുക്ക് തിരിച്ച് യൂസർക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് സമ്മ് കിട്ടാൻ വേണ്ടി, നമുക്ക് സമ്മിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി രണ്ട് രീതിയിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അത് സമ്മിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ സം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തോട്ട് നമുക്ക് വേറെ ഒരു ഫങ്ഷനെ പാസ് ചെയ്ത് വിടാം. ഓക്കെ, ഈ സം എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഓക്കെ, നമ്മൾ ഈ ഒരു രണ്ട് പാരാന്തസിസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഫങ്ഷനാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സം എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഇതിനെന്താണെന്ന് അറിയില്ല. സം എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇതിനറിയില്ല എന്താണ് അതിൻ്റെ കണ്ടൻറ്റ്, എന്താണ്, ഇതെങ്ങനെയാണ് വർക്കാവുന്നത്, ഒന്നും ഇതിനറിയില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എറർ അടിക്കും. ഓക്കെ, കോൾ ഓഫ് നോൺ ഫങ്ഷൻ. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഒരു ഫങ്ഷൻ ഇല്ല ആക്ച്വലി. അപ്പോൾ നമുക്ക് ഈ ഫങ്ഷൻ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി അല്ലേ. ജസ്റ്റ് നമുക്ക് വെറുതെ a+b എന്ന് കൊടുത്താൽ മതി. സമ്മിൻ്റെ അകത്ത് എയും ബിയും ആഡ് ചെയ്തിട്ടുള്ളതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണണം, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് തന്നെ എല്ലാം ഫാക്ടോറിയൽസ് എല്ലാം കാണുന്നത് ഈ ഒരു മെയിൻ ഫങ്ഷൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കോംപ്ലക്സിറ്റി കൂട്ടും എന്നുള്ളതാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ സത്യം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഒരു സം കാണുന്നൊരു പ്രോഗ്രാം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാക്ടോറിയൽസ് അങ്ങനത്തെ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഫങ്ഷൻസിൻ്റെ ഒരു എക്സാക്റ്റ് യൂസേജ് മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ സം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത്, ഓക്കെ, ഇതാണ് നമ്മളിവിടെ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ മെയിൻ ഫംഗ്ഷൻ ഈ ഒരു ബ്രാക്കറ്റോട് കൂടി അതവിടെ കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നെക്സ്റ്റ് ഫംഗ്ഷനായിട്ടുള്ള ഈ ഒരു സം എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഈ സം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മെയിൻ ഫംഗ്ഷന് ഇവിടെ ഒരു വോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, റിട്ടേൺ ടൈപ്പ്. ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് വോയിഡ് ഇട്ടു. പക്ഷെ നമ്മളുടെ സമ്മ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സം എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇൻറ്റീജർ വാല്യൂ ഒരെണ്ണം റിട്ടേൺ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഈ സമ്മിൻ്റെ അകത്തായിരിക്കും ഈ അഡീഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ 2 നമ്പേഴ്സ് ഇവിടെ പാസ് ചെയ്ത് വിട്ടാൽ ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സം തിരിച്ച് ഈ ഈക്വൽ ടു വഴി ഈ ഒരു സമ്മിൻ്റെ അകത്ത് കയറിയിരിക്കണം. അതിനുവേണ്ടി ഈ ഒരു സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു കാര്യം റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇൻറ്റ് സം എന്നാണ് കൊടുക്കുക. ഓക്കെ, ഇൻറ്റ് സം. എന്നിട്ട് ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ പാരന്തസിസ് കൊടുക്കണം. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെഴുതിയാലും ഈ 2 ബ്രാക്കറ്റ്സിൻ്റെ അകത്ത്, ഈ 2 ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെയും അകത്ത് എന്തെഴുതിയാലും അതെല്ലാനും ഈ ഒരു സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതണം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണ് എഴുതേണ്ടത്? ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുന്ന എ ബി എന്ന് പറയുന്ന ഈ 2 നമ്പേഴ്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്പേഴ്സാണ് ഉണ്ടാവുക അല്ലേ. ഇത് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾസാണ്. യൂസറിൻ്റെ നിന്ന് എടുക്കുന്ന നമ്പേഴ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ 2 വേരിയബിൾസിലായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ്, യൂസർ എൻ്റർ ചെയ്ത നമ്പേഴ്സ് ഈ ഒരു സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെയിട്ട് ആ ഒരു കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം തിരിച്ച് ഈ ഒരു സമ്മിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന സം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നമ്മുടെ സമ്മ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള അഡീഷൻ ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ട് നമ്മൾ റിട്ടേൺ ചെയ്ത് തിരിച്ച് ഈ ഒരു സമ്മിലോട്ട് സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ത് ടൈപ്പ് വാല്യൂ ആണ്? നമ്മൾ 2 ഇൻറ്റീജേഴ്സാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അതുകൊണ്ട് അതിൻ്റെ സം എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻ്റായിട്ട് കൊടുത്തത്. ഓക്കെ, ഇനി ഇതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ചില കേസസിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യാത്ത അല്ലെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ഫങ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വോയിഡ് സം എന്ന് കൊടുക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മളിത് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട്, സം റിട്ടേൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഇൻ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേഷൻസിലോട്ട് പോകാം. അതിനുവേണ്ടി ഈ 2 എനെയും ബീനെയും നമുക്ക് ഇവിടെ കിട്ടണം. അതിനുവേണ്ടി ഈ എനെയും ബീനെയും നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ കൂടെ തന്നെ പാസ് ചെയ്ത് വിടാം, എ കോമ ബി. ഓക്കെ, ഈ ഫംഗ്ഷനിൽ കൂടെ തന്നെ എനെയും ബീനെയും പാസ് ചെയ്ത് കിട്ടും. ഇനി ഈ എനെയും ബീനെയും ഇവിടെ റിസീവ് ചെയ്യണം വേണ്ടേ. അങ്ങനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കൊടുക്കണം, ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 ഇൻറ്റീജേഴ്സിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഇൻറ്റീജർ എ എന്ന് പറയുന്ന ഒരു വാല്യൂവും അതുപോലെ തന്നെ ഇൻറ്റീജർ ബി എന്ന് പറയുന്ന വാല്യൂവും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എയും ബിയും എന്ന് പറയുന്ന 2 വേരിയബിൾസ്, 2 ഇൻറ്റീജേഴ്സാണ്. ഇത് നമ്മൾ ഇങ്ങനെ സെൻഡ് ചെയ്യണം, കോൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ സെൻഡ് ചെയ്യണം, 2 നമ്പേഴ്സിന് സെൻഡ് ചെയ്യണം, എന്നിട്ട് വേണം അതിനെ പ്രോസസ്സ് ചെയ്യാൻ എന്ന് നമ്മളിവിടെ അറിയിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ പാസ് ചെയ്ത് വിട്ടാൽ ഈ എയിലെയും ബിയിലെയും വാല്യൂസ് ഇവിടെ നിന്ന് ഈ വേരിയബിൾസ് വഴി നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇതും സെയിം വേരിയബിൾ നെയിം തന്നെ കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല. ഇത് രണ്ടും സെപ്പറേറ്റ് വേരിയബിൾസ് ആയിട്ടാണ് കണക്കാക്കുള്ളൂ. ഓക്കെ, നമുക്കിവിടെ വേണമെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം, ഇവിടെ നമുക്ക് വൈ എന്നും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻ നടത്താനായിട്ടാണ് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ, അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടി ഇൻറ്റ് സം എന്ന് ഇവിടെയും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സം ഈക്വൽസ് ടു എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഈ സമ്മിൻ്റെ അകത്ത് എന്തുണ്ട്,
സം ഉണ്ട് അല്ലേ. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് ഈ ഒരു സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തുണ്ട്. ഇനി ഈ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂവിനെ നമ്മൾ തിരിച്ച് ഈ ഒരു ഫംഗ്ഷനിലോട്ട് തന്നെ റിട്ടേൺ ചെയ്ത് വിടണം. എന്നിട്ട് അത് ഈ ഒരു സം എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൽ നിന്ന് സ്റ്റോർ ആവും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മളുടെ സമ്മിനെ ഇവിടെ നിന്ന് റിട്ടേൺ കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് നമ്മൾ ഈ സമ്മിൻ്റെ അകത്ത് മേടിച്ച് വെച്ചിട്ടുള്ളൂ. ഇനി ഇതിനിങ്ങോട്ടേക്ക് തിരിച്ച് നമ്മൾ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം. ഓക്കെ, റിട്ടേൺ സം എന്ന് കൊടുക്കാം. ഇപ്പോൾ ഈ സമ്മിനെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സം ഇതാണ് കേട്ടോ. ഓക്കെ, ഈ സമ്മിനെ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാണ്. സം ഒരു ഇൻറ്റീജർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് എന്ന് കൊടുത്തു. നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഒരു ഇൻറ്റീജർ ആയതുകൊണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡെഫിനിഷൻ ഫുള്ള് കാൽക്കുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആ കിട്ടിയ ഫൈനൽ റിസൾട്ടിനെ തിരിച്ച് നമ്മളുടെ ഫംഗ്ഷൻ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തത് അങ്ങോട്ട് തന്നെ തിരിച്ച് സെൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ തിരിച്ച് സെൻഡ് ചെയ്ത ഡാറ്റ ഈ ഒരു സമ്മിൻ്റെ അകത്ത് സ്റ്റോറായി. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ചെയ്തത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു സമ്മിനെ നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് ചെയ്താൽ മതി. ഓക്കെ, പ്രിൻ്റ് സം ഈസ് %d. ഓക്കെ, ഈ %d ഈ പ്രിൻ്റ് ഫോർമാറ്റഡ് പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ്സും ഫോർമാറ്റഡ് സ്കാൻഎഫ് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ക്ലിയർ ആവുന്നില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോസ് കണ്ട് തന്നെ വരാം. അപ്പോൾ കറക്റ്റ് ഫ്ലോയിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാം. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് സമ്മിനെ പാസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ സമ്മിനെയാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് പോകുന്നത്. സം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് പെർഫെക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് ഒരു ഗെറ്റ് CH കൂടി കൊടുക്കുകയാണ്. കാരണം ഗെറ്റ് CH കൊടുക്കുന്നത് എന്തിനാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്ലിയർ സ്ക്രീൻ കൊടുക്കുന്നുണ്ട്, ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീഡിയോസ് കാണാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എപ്പോഴും അറിയാം C പ്രോഗ്രാമിംഗ് മേളിൽ നിന്നുമാണ് കമ്പൈൽ അല്ലെങ്കിൽ റീഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫംഗ്ഷൻ എന്ത് ടൈപ്പ് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഇത് എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതൊന്നും ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കമ്പൈലറിന് അറിയില്ല. കാരണം കമ്പൈലർ താഴെ എത്തിയിട്ടില്ല. ഓക്കെ, താഴെ ഈ ഒരു ഫംഗ്ഷൻ ഇതുവരെ റീഡ് ചെയ്തിട്ടില്ല. അതിന് മുമ്പേ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ കണ്ടു. അപ്പോൾ ഇതെന്താണെന്ന് ഇതിനറിയില്ല. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ താഴെ ഉണ്ടോയെന്ന് ഇതിനറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് എറർ അടിക്കും. ഓക്കെ, എറർ വരും. കാരണം ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ഇതിനെ അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു C പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളുടെ കമ്പൈലറിൻ്റെ അടുത്ത് മുൻപേ തന്നെ പറയണം. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഞാനിവിടെ പറയുകയാണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതായത് ഇതിൻ്റെ അകത്ത് ഇൻറ്റീജർ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മളിവിടെ കൊടുത്ത പോലെ തന്നെ. ഓക്കെ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതിയില്ലേ, ഇതുപോലെ തന്നെ ഇൻറ്റീജർ സം എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ഫംഗ്ഷൻ നമ്മൾ ഇതിനകത്തുണ്ട്. ഈ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷൻ ഇൻറ്റീജർ ടൈപ്പിലുള്ള 2 ഡാറ്റ വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സും വൈയും. ഓക്കെ, 2 ഡാറ്റ വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യും എന്ന് നമ്മൾ കമ്പൈലറിൻ്റെ അടുത്ത് മുൻപേ പറയുകയാണ്. അങ്ങനെയാകുമ്പോൾ ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, അതായത് ഈ ഒരു ലൈൻ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കമ്പൈലർ ഇങ്ങനെ താഴത്തോട്ട് റീഡ് ചെയ്ത് വന്ന് ഈ ഒരു ഫംഗ്ഷൻ കാണുന്നത്, സം എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കോൾ കാണുന്നത്. അപ്പോൾ കമ്പൈലറിന് അറിയാം ഈ ഒരു സം എന്ന് പറയുന്ന സംഭവം നമ്മൾ മുമ്പ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ എറർ തരില്ല. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കേഴ്സർ ഇങ്ങോട്ട് ചാടും. ഓക്കെ, ഇവിടെ നിന്ന് പിന്നെ ഈ ഒരു പ്രോസസ്സായിരിക്കും നടക്കുക. ഈ 2 എക്സിലും വൈയിലും വാല്യൂസിനെടുത്ത് സം ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ അതിന് തിരിച്ച് നമ്മുടെ ഈ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതിന് ശേഷമാണ് ഇത് നെക്സ്റ്റ് ലൈനിലോട്ട് വരിക. എന്നിട്ട് പ്രിൻ്റ് ഈ ഒരു സമ്മ് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ഒരു കീ എൻ്റർ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യും റിട്ടേൺ ആവാനായിട്ട്. ഓക്കെ, ക്ലോസ് ആവാനായിട്ട്. പക്ഷേ ഇവിടെ വേറെ ഒരു പ്രശ്നമുള്ളത്, നമുക്കിവിടെ കണ്ടോ, ഇവിടെ സം എന്ന് പറഞ്ഞ സെയിം നെയിമുള്ള 2 ഇൻറ്റീജർ ടൈപ്പ്
വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫങ്ഷൻ നെയിമാണ്, ഇതൊരു സിമ്പിൾ വേരിയബിൾ നെയിമാണ്. എങ്കിൽ പോലും ഇത് രണ്ടിനും സെയിം നെയിം ആയതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വേരിയബിളിൻ്റെ നെയിം സം എന്ന് മാറ്റിയിട്ട് റിസൾട്ട് എന്ന് ആക്കാം. അപ്പോൾ ഈ റിസൾട്ട് ആക്കുമ്പോൾ ഇവിടെ ഇവർക്ക് സംശയം വരും അല്ലേ, കാരണം റിസൾട്ടിലോട്ടാണ് നമുക്ക് ഈ ഒരു സമ്മിനെ സ്റ്റോർ ചെയ്യേണ്ടത്, ഈ ഒരു വേരിയബിളിലോട്ടാണ്. അപ്പോൾ നമുക്കിത് റിസൾട്ട് എന്നാക്കാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ബ്ലാങ്ക് ആവാതെ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ എപ്പോഴും കൺസെപ്റ്റ് മൈൻഡിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അതായത് ഈ ഒരു വേരിയബിൾ സം ആയിരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ആ ഒരു സം എന്ന് പറയുന്ന വേരിയബിൾ തന്നെ യൂസ് ചെയ്തത്. കാരണം ഇവിടുത്തെ ആ ഒരു വേരിയബിളിലോട്ടാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അത് തന്നെയാണ് നമ്മളിവിടെ ആ ഒരു വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തത്. നമ്മൾ വേരിയബിൾ നെയിം ചേഞ്ച് ചെയ്തപ്പോൾ ആ നെയിം ഇവിടെയും ചേഞ്ച് ചെയ്തു എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് നമ്മളുടെ റിസൾട്ടാണ്. ഓക്കെ, ഈ ഒരു വേരിയബിളിൽ ഉണ്ടാവാൻ പോകുന്ന വാല്യൂ ആണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാനും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ടാണ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. ഫസ്റ്റ് കമ്പൈൽ ചെയ്യാം. 0 വാണിംഗ് 0 ഇറേസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്യാം. എൻ്റർ ഫസ്റ്റ് നമ്പർ, ഞാനിപ്പോൾ ഇവിടെ 3 എന്ന് കൊടുത്തു. എൻ്റർ സെക്കൻഡ് നമ്പർ 4 എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ സം ഈസ് 7. 3 + 4 7. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാം ഓക്കെ ആക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.